റഹ്മാൻ ഡൈവോഴ്സ് ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് അതിൻ്റെ ഇട്ടത്. ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ച റഹ്മാനും ഭാര്യയ്ക്കും ഉള്ളതിനേക്കാൾ വിവരമാണ് നിങ്ങൾക്കുള്ളത്. ആ കുടുംബത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ. റഹ്മാൻ, നിങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കമൻറ്റ് ഇട്ടവനൊക്കെ സെപ്റ്റിക് ടാങ്കിനേക്കാൾ വൃത്തികെട്ട മനസ്സുള്ളവരാണ്. എന്നിട്ടാണ് റഹ്മാനെ ഉപദേശിക്കാൻ പോകുന്നത്. സേഫ്റ്റിക്ക് വേണ്ടി എന്തെങ്കിലും ക്യാരി ചെയ്യാറുണ്ടോ സാർ? എന്തെങ്കിലും സേഫ്റ്റി ആയിട്ട്? സേഫ്റ്റിക്കൊന്നും ക്യാരി ചെയ്യാൻ വിമാന കമ്പനി അനുവദിക്കുകയല്ലോ. തോക്ക്, പീരങ്കി, കത്തി, കൊടുവാള ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ത്യ അപ്പോൾ അത്ര ഇൻസെക്യൂർ ആയുള്ള സ്ഥലമൊന്നും അല്ല. ഇന്ന് മര്യാദയ്ക്ക് ബുദ്ധിപൂർവ്വം യാത്ര ചെയ്യുന്ന ഏത് പെൺകുട്ടിക്കും ഈ പറഞ്ഞ ഒന്നുമില്ലാതെ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ സമയവും കാലവും പരിസരവും ഒക്കെ നിരീക്ഷിക്കണമെന്ന് മാത്രം. ഇതുവരെ ചെയ്ത യാത്രകളിൽ ഏറ്റവും ചെലവേറിയ യാത്ര ഏതായിരുന്നു? ഒരു 7-8 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് അന്ന് 7-8 lakhs അല്ലേ സാർ? ഓ, ഈ അന്റാർട്ടിക്കയിൽ പോയതാണ് സാറിന്റെ ഏറ്റവും വലിയ മെമ്മറി എന്ന് പറയുന്നത്. ഷൂസ് അതുമാത്രം ഒരു ഹാളിനകത്ത് കൂട്ടിയിട്ടേക്കുക. അതായത് അവിടെ കൊല്ലപ്പെട്ട കുട്ടികളുടെ മാത്രം അത്. പിന്നെ മുതിർന്നവരുടെ, സ്ത്രീകളുടെ വാനിറ്റി ബാഗുകൾ 10,000 അത് വലിയൊരു ഹോള് നിറയെ കൂട്ടിയിട്ടിരിക്കുന്നു. ചിലർക്ക് ഷൂസ് മാത്രം. അതായത് അവിടെ കൊല്ലുന്നതിന് മുമ്പ് ഇവരുടെ ഇതെല്ലാം മേടിച്ച് കളക്ട് ചെയ്ത് മാറ്റി വെക്കുമായിരുന്നു. അങ്ങനെ ഒരു മുറി മുഴുവൻ ഊന കൂടി കിടക്കുന്ന മുഴുവൻ മുടികളാണ്. പിന്നെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഞാനുമായിട്ട് അത്രയും യോജിച്ചു പോകുന്ന സ്ത്രീകൾ വേറെ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് സംശയമുള്ള പോലെയാണ്. സാർ, എന്തെങ്കിലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ? ഇനി പൊട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പൊട്ടിയാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അവിടെ ഇരുന്ന് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ അവൻ ചെയ്തോളൂ. ഉടനെ പൊട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഉടനെ പൊട്ടാൻ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രാവിറ്റി ഡാം. ഈ ഗ്രാവിറ്റി ഡാം എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? ഗ്രാവിറ്റി ഡാം കല്ലുകൾ അടുക്കി പണിതിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സയൻസും ടെക്നോളജിയും ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഇനി ഞങ്ങളുടെ യുവതലമുറയിൽ നിന്നാണ് സാർ ഈ ഫുഡ് ട്രക്ക് ചെറു ബിസിനസ് ചെയ്യുന്ന ഒരുപാട് മലയാളി ജനതയുണ്ട്. ഞങ്ങളുടെ ഒരു 18-20 ആ റേഞ്ചിലുള്ളവർ, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ 18-20 18-20 വയസ്സൊക്കെ പ്രായമുള്ളവർ ഒരുപാട് ഫുഡ് ബിസിനസ്. പിള്ളേരുടെ ഒക്കെ ടേസ്റ്റോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ പൊതുവെ അത്ര വിവരമുള്ള ആളല്ല. എനിക്കറിയില്ല. കാരണം അതൊരു വേറൊരു ലോകമാണ് നമ്മൾ നോക്കുമ്പോൾ, അല്ലേ? ആണ്. അതിൽ കൂടുതൽ സാർ കമന്റ് ചെയ്യുന്നില്ല? ഇല്ലില്ല, അത് എനിക്കറിയില്ല. അതാണ് കാര്യം. അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ഒന്നും മിണ്ടില്ല. ഓക്കെ. വളരെ സീരിയസ് ആയിട്ട് തന്നെ യാത്രകളെ സമീപിക്കുന്ന കേരളത്തിന് അഭിമാനമായിട്ടുള്ള ഒരാളാണ് സന്തോഷ് സാർ. സന്തോഷ് സാർ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ പുകഴ്ത്തലാണല്ലോ. ഇതിനു മുമ്പ് വന്ന ആങ്കറിന്റെ അനുഭവങ്ങൾ മുന്നിൽ കണ്ടിട്ട് പുകഴ്ത്തി കൊല്ലാൻ തീരുമാനിച്ചതല്ലേ? ഓക്കെ, അതാ പറഞ്ഞ എഴുതി തന്ന ആളെ എനിക്കൊന്ന് കാണണം. സാറിന്റെ വീട്ടിലെ അഡ്രസ് തരാമെന്നൊക്കെ. അപ്പോൾ സാർ ഇത്രയേ ഉള്ളൂ. സാർ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ട്രാവൽ വ്ളോഗേഴ്സിന്റെ വ്ളോഗിങ് സാർ കാണാറുണ്ടോ? ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തിലെ ഉണ്ടംപൊരിയും പരിപ്പുവടയൊക്കെ കാണിക്കുന്ന ഞങ്ങളുടെ യൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗേഴ്സിനെ സാറിന് ഇഷ്ടമാണോ? അതിൽ ആരെങ്കിലും സാർ കാണാറുണ്ടോ? ഞാൻ സമയം കിട്ടുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ സമയം കിട്ടുന്ന പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഒരു സമയം മാറ്റി വെക്കുന്നതല്ല. ഇപ്പോൾ എയർപോർട്ടിൽ ഇപ്പോൾ കാത്തു നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുള്ള കൂടെ ഈ പറഞ്ഞ സാധനം നമ്മൾ കണ്ടേ പറ്റൂ. ഓക്കെ, മനസ്സിലായില്ല? അതായത് നമ്മൾ പുതിയ ജനറേഷൻ ട്രാവലിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അവരെ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്, അവരെ ആസ്വദിക്കുന്നത് എന്തൊക്കെയാണ്, അവരുടെ വ്യൂവേഴ്സിൻ്റെ കമൻസ് എന്തൊക്കെയാണ്, അത് ഏത് തരത്തിലാണ് സമൂഹം ഇതിനോടൊക്കെ പ്രതികരിക്കും, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മളിത് കാണണ്ടേ? ഞാനിത് കാണാറുണ്ട്. ഒരുമാതിരി ഭംഗിയായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന എല്ലാം ഞാൻ കാണാറുണ്ട്. ഓ, അത് മലയാളം മാത്രമല്ല, മറ്റു ഭാഷകൾ, ഹിന്ദിയിലൊക്കെ നല്ല മിടുക്കന്മാർ വേറെയുണ്ട്. കേരളത്തിലെ പോലെ തന്നെ അതിനേക്കാൾ മികച്ച മില്യൺസ് വ്യൂസ് ഒക്കെ കിട്ടുന്ന മിടുക്കന്മാർ ഹിന്ദിയിലുണ്ട്. പിന്നെ ലോകത്തുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു ഭാഷകളിലുണ്ട്. ഇതിൽ പരമാവധി എണ്ണം ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പുതിയൊരു ലോകം ഉരുത്തിരിഞ്ഞു വരുന്നത് അറിയണമെങ്കിൽ ആ സമൂഹത്തിൻ്റെ പൾസെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മൾ സമൂഹത്തിൻ്റെ പൾസ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് മുഴുവൻ പോവുക എന്നുള്ളതല്ല. നമ്മൾ സമൂഹത്തെ നയിക്കേണ്ട ജോലിയുള്ള ആളാണെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, അവൻ്റെ അംബിഷൻസ് എങ്ങനെ പോകുന്നു, അവൻ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത്, അവനെ ഏറ്റവും അവൻ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലും കേരളത്തിൽ സാറിന് എടുത്തു പറയാൻ ഇത് ഓക്കെ ആണെന്ന് തോന്നിയ ഒരു വ്ളോഗർ അങ്ങനെയുണ്ടോ സാറിന്? ഒരു 3 പേരുടെ പേര് വല്ലതും പറയാനുണ്ടെങ്കിൽ സാറിന്. 3 പേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പിള്ളേരൊക്കെ സഫാരി വന്ന് പരിപാടികൾ ചെയ്തിട്ടുള്ളവരാണ്. പിന്നെ ആ യാത്രയിൽ നിന്ന് പരിപാടി വന്ന് ഇവരുടെ യാത്ര ചെയ്തവരുണ്ട്.
ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സുജിത് ഭക്തനുണ്ട്, സുജിത് ഭക്തൻ, ഷെറിൻസ് വ്ലോഗ് എന്ന് പറഞ്ഞ ഒരു ഷെറിന് ഉണ്ട്, പിന്നെ ഒരു സാന്റോസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പയ്യനുണ്ട് ലാറ്റിൻ അമേരിക്കയിലൊക്കെ പോകുന്നത്. ഇവരൊക്കെ ഇവരുടേതായ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഒരു മല്ലു ട്രാവലറുണ്ട്, പിന്നെ ആരാണ്, പിന്നെ ഫുഡിന് തന്നെ ചെയ്യുന്ന എബിനൊക്കെ പോലുള്ള ആളുകളുണ്ട്. പിന്നെ ഞാൻ വല്ലവരും വിട്ടുപോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന. ഞാൻ വേറെ ഏതെങ്കിലും പിള്ളേരെ വിട്ടുപോയെങ്കിൽ ഞാൻ മനഃപൂർവ്വം മറന്നതല്ല, സോറി, വിട്ടുപോയതാണ്. പക്ഷേ ഇവരൊക്കെ ഞാൻ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്യും മീൻസ് ഇവരെന്താ, ഇപ്പൊ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു എപ്പിസോഡേ നമ്മൾ കാണുന്നുള്ളായിരിക്കും, പക്ഷെ നമുക്ക് അതിൽ നിന്ന് കിട്ടും ഇവർ ആ രാജ്യത്ത് ഏത് ഭാഗങ്ങളാണ് എക്സ്പ്ലോർ ചെയ്തത്, ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇവരവിടെ നേരിട്ട പ്രശ്നങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് അവർ സോൾവ് ചെയ്തത്, അതിനെ ജനം എങ്ങനെയാണ് കാണുന്നത്. വെരി അപ്ഡേറ്റഡ് സാർ. ഇനി ഏറ്റവും ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കാനിരിക്കുന്ന ആൻസർ ആണ് സാർ. ലോകം മുഴുവൻ ചുറ്റുന്ന ഒരാളാണ് സാർ എന്ന് പറഞ്ഞു. അപ്പം പല സ്ഥലങ്ങളിൽ രാത്രികാലങ്ങളിലൊക്കെ സഞ്ചരിക്കാറുണ്ട്, ഒറ്റയ്ക്കാണ് പലപ്പോഴും സഞ്ചാരം. സന്തോഷ് സാറിന്റെ ബാഗിൽ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന 3 കാര്യങ്ങൾ: ക്യാമറ, അതിന്റെ ചാർജർ, പാസ്പോർട്ട്. അല്ല സാർ, സേഫ്റ്റിക്ക് വേണ്ടി എന്തെങ്കിലും ക്യാരി ചെയ്യാറുണ്ടോ സാർ? എന്തെങ്കിലും സേഫ്റ്റി ആയിട്ട്? സേഫ്റ്റിക്ക് ഒന്നും ക്യാരി ചെയ്യാൻ വിമാന കമ്പനി അനുവദിക്കുകയല്ലോ. തോക്ക്, പീരങ്കി, കത്തി, കൊടുവാള ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാലും സ്ത്രീകൾ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കേരളത്തിനകത്തായാലും പുറത്തായാലും ഞങ്ങൾ കരുതണം എന്ന് തോന്നിയ 3 കാര്യങ്ങൾ എന്തായിരിക്കും സാർ? ഇപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞങ്ങൾ ബാഗിൽ എന്തൊക്കെ കരുതണം? ഇന്ത്യ അപ്പോൾ അത്ര ഇൻസെക്യൂർ ആയ ഒരു സ്ഥലമൊന്നും അല്ല. ഇന്ന് മര്യാദയ്ക്ക് ബുദ്ധിപൂർവ്വം യാത്ര ചെയ്യുന്ന ഏത് പെൺകുട്ടിക്കും ഈ പറഞ്ഞ ഒന്നുമില്ലാതെ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ സമയവും കാലവും പരിസരവും ഒക്കെ നിരീക്ഷിക്കണമെന്ന് മാത്രം. ഒരു കെട്ടുകാഴ്ചയായിട്ട് എല്ലാം മറന്നങ്ങ് പോകരുത്. കോമൺ സെൻസോടുകൂടി ചുറ്റുമൊക്കെ നിരീക്ഷിച്ച്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ബോംബെയിലെ ധാരാവിയിൽ പാതിരാത്രിക്ക് തന്നെ ചെന്നിറങ്ങി നടക്കണം, ഒറ്റയ്ക്ക് നടക്കണമെന്ന് വാശി പിടിക്കരുത്. ധാരാവിൽ പോകേണ്ട സമയത്ത് പോവുക. അതാണ്. എന്നാലും നമ്മൾ കയ്യിൽ കരുതേണ്ടതായിട്ടുള്ള സാറിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഈ ധാരാവിന്ന് ഞാൻ പറഞ്ഞത് ധാരാവിയിലെല്ലാം പ്രശ്നക്കാരെന്നുള്ള അർത്ഥമില്ല കേട്ടോ. അവിടെ സാധാരണക്കാർ പാവങ്ങളാണ് ജീവിക്കുന്നത്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ബോംബെയിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം. കയ്യിൽ കരുതുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അത്യാവശ്യത്തിന് മാത്രമുള്ള പണം അല്ലെങ്കിൽ അതിൻ്റെ കാർഡുകൾ കരുതണം. കാരണം പണമാണ് നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും ഇപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് പണമില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായാലും നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു തോക്കുണ്ട്, കാശില്ല, യാത്ര ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതാണ് കറക്റ്റ്. അപ്പം അത് വേണം. പിന്നെ നിങ്ങൾ ടോട്ടലി ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആണെങ്കിൽ ഒരു പെപ്പർ സ്പ്രേ ഒക്കെ മേടിച്ച് കൈവച്ചോളുക. എന്തെങ്കിലും വന്നാലോ അല്ലേ സാർ? അതാ പറഞ്ഞത്, അത് ടോട്ടലി ഇൻസെക്യൂർ. ഇപ്പം എൻ്റെ ബന്ധുക്കളോ എൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള പെൺകുട്ടികളോ ഒന്നും ഇതും മേടിച്ചിട്ട് യാത്ര ചെയ്യുന്നവരല്ല. കാരണം അവർക്കറിയാം ഏത് സമയത്ത് യാത്ര ചെയ്യണം, ഏത് സ്ഥലത്ത് ഏത് സാഹചര്യത്തിൽ നമ്മൾ കെയർഫുൾ ആവണം എന്നൊക്കെ ഒരു കോമൺ സെൻസ് നമുക്കുണ്ടല്ലോ, അത് മതി. സെൻസ് ആണ് വേണ്ടത് പെൺകുട്ടികളോട് സാറിന്. അതാണ് പറയാനുള്ളത്. യാത്രകളിൽ ഇനി സാർ ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ച ഒരു കാര്യം, ഇനി ഞാൻ ചെയ്യില്ല, എൻ്റെ യാത്രകളിൽ ഞാൻ ഇനി ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് സാർ ഇത്രയും എക്സ്പീരിയൻസിൽ നിന്ന്? അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു യാത്ര കഴിയുമ്പോഴാണോ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട വെക്കുന്നത്. അതെല്ലാം ഇപ്പോൾ ഓർത്തെടുക്കുന്നില്ല ഞാൻ. ഓരോ യാത്ര കഴിയുമ്പോഴും ഞാൻ പുതിയ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ആവശ്യമില്ല, അത് വേണ്ടിയിരുന്നില്ല, അത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, അങ്ങനെ 100 കണക്കിന് കാര്യങ്ങളിൽ നിന്ന് ഫിൽറ്റർ ചെയ്താണ് ഇന്നത്തെ സന്തോഷ് ജോർജ് കുളങ്ങരയും യാത്രയുണ്ടായത്. അപ്പോൾ അതെല്ലാം എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ. അല്ലാതെ ഞാനെല്ലാം തികഞ്ഞൊരു മനുഷ്യനായിട്ട് യാത്ര തുടങ്ങിയ ആളല്ലല്ലോ, ഒരു മണ്ടനായിട്ട് തന്നെ യാത്ര തുടങ്ങിയ ആളാണ്. പിന്നെ ഈ മണ്ടത്തരങ്ങൾ ഓരോന്നോരോന്ന് ഫിൽറ്റർ ചെയ്ത് വേണ്ടാന്ന് വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഏതാണ്ടൊക്കെ പൂർണ്ണതയുള്ള യാത്രയിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും. ഇനി സാർ, ഒരു പയ്യനാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. സാർ ഇതുവരെ ചെയ്ത യാത്രകളിൽ ഏറ്റവും ചിലവേറിയ യാത്ര ഏതായിരുന്നു? അതിന്റെ ഫിഗർ അപ്രോക്സിമേറ്റ് എങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഏറ്റവും ചിലവേറിയ, എനിക്ക് തോന്നുന്നത് ഏറ്റവും ചിലവേറിയ യാത്ര അന്റാർട്ടിക്കയിലേക്ക് ഞാൻ 2007 ഒരു യാത്ര നടത്തി. 2009 അത് ഇന്നിപ്പോൾ ഒത്തിരി പേര് അന്റാർട്ടിക്കയിലേക്ക് കപ്പലിലൊക്കെ പോകുന്നുണ്ട്. അന്നത് അങ്ങനെയല്ല. ഞങ്ങൾ പോയത്, ഞാനൊരു അലേഹോ കോൺട്രാറസ് എന്ന് പറയുന്ന ഒരു ചിലിക്കാരനൊരു പരിവേഷകനുണ്ട്. അയാൾ സൗത്ത് പോളിലേക്കൊക്കെ പലതവണ എക്സ്പെഡീഷൻ തനിച്ചും ഗ്രൂപ്പായിട്ടൊക്കെ നടത്തുന്ന അങ്ങേരുമായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് നമുക്ക് ഒന്നിച്ച് പോകണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു എക്സ്പെഡീഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനൊരു 8 പേരായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും ഉണ്ട്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മെയിൽ വന്നു, നമ്മളിപ്പോൾ ഒരു 8 പേരായിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലി അറിയാമല്ലോ, അങ്ങനെ ലാറ്റിൻ അമേരിക്കയുടെ തെക്കേ അറ്റം വരെ ഉള്ളൊരു ഭൂഭാഗം. അവിടെ പ്യൂണ്ട അരീനാസ് എന്ന് പറയുന്നൊരു സിറ്റി ഉണ്ട്. അവിടുന്ന് ഞങ്ങളൊരു വിമാനം വാടകയ്ക്ക് എടുത്തു, ഞങ്ങൾ 8 പേരും കൂടെ ചേർന്നിട്ട്.
എന്നിട്ട് ഈ വിമാനത്തിൽ ഞങ്ങൾ അന്റാർട്ടിക്കയിൽ പോയി അവിടെ ഒരു ചിലിയുടെ ബേസിൽ പോയി അവരുടെ എയറോഡ്രോമുണ്ട് അവിടെ മഞ്ഞിന് മുകളിലാണ് പോയി ലാൻഡ് ചെയ്യുന്നതൊക്കെ അവിടെ പോയി ലാൻഡ് ചെയ്തു. ചിലിയുടെ തന്നെ ബേസിൽ ക്യാമ്പിൽ ഞങ്ങൾ 6 ദിവസം താമസിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ പല എക്സ്പെഡീഷൻസ് നടത്തി. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ 8 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു അന്നത്തെ എൻ്റെ ഏറ്റവും കൂടുതൽ പൈസ മുടങ്ങിയത് അതൊക്കെ ആയിരിക്കണം. ഒരു 7-8 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് അന്ന് 7-8 lakhs അല്ലേ സർ? ഓ, ഈ അന്റാർട്ടിക്കയിൽ പോയതാണ് സാറിൻ്റെ ഏറ്റവും വലിയ മെമ്മറി എന്ന് പറയുന്നത്. സാർ ഇനി ഡെയിലി വേജസ് 500 രൂപ പെർ ദിവസം മേടിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു വിദേശ യാത്ര പോകണം സർ. ഏഷ്യൻ കൺട്രീസ് അല്ല, കുറച്ച് കൂടുതലായിട്ടുള്ള ദൂരത്തുള്ള വിദേശ യാത്ര ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യും സർ? ദിവസം ഒരു 100 രൂപ വെച്ച് എന്നെ ഏൽപ്പിച്ചാൽ മതി. 400 രൂപ കൊണ്ട് കാര്യങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് 100 രൂപ എന്നെ ഏൽപ്പിക്കുക. ഒരു 2 കൊല്ലം കൊണ്ട് ഞാനൊരു അത്യാവശ്യം ഭേദപ്പെട്ട ഒരു വിദേശ യാത്ര രാജ്യത്ത് കൊണ്ടുപോകാം. 2 വർഷ സമയം. അടിപൊളി. സാറിനോട് ഈ പറഞ്ഞില്ലേ ഭയങ്കര രസമായിട്ട് സാർ എന്നോട് ഉത്തരം പറയും. സർ പ്ലാൻ ഇതൊക്കെയാണോ രസം? രസമൊക്കെ കിടക്കുന്നേ ഉള്ളൂ. നല്ല ചോദ്യം വരട്ടെ. സർ പ്ലാൻഡ് ഓർ അൺപ്ലാൻഡ് ട്രിപ്സ്? പ്ലാൻ ചെയ്ത യാത്രകൾ ഓർ അൺപ്ലാൻഡ് ആയിട്ട്? രണ്ടിൻ്റെയും ബ്യൂട്ടി ഉണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ യാത്രയ്ക്ക് പ്ലാൻഡ് ആയിട്ട് പോകണം. ഇനി അതല്ല, എന്തും വരട്ടെ, വരുന്നതെല്ലാം നമ്മളുടെ നേട്ടമാണെന്ന് കരുതുകയാണെങ്കിൽ പ്ലാൻ ചെയ്യാതെ പോകണം. വരുന്ന എല്ലാ അനുഭവങ്ങളെയും സ്വീകരിക്കാനുള്ള മനസ്സുമായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ പ്ലാൻ ചെയ്യാതെ പോകുന്നിടത്തോളം സൗന്ദര്യമുള്ള വേറൊന്നുമില്ല. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒത്തിരി മനസ്സ് ഒരു അപ്പൂപ്പൻ താടി പോലെ വളരെ ശാന്തമായിരിക്കണം, കെട്ടുപാടുകളില്ലാത്തതായിരിക്കണം. നിങ്ങൾ ബാധ്യതകളൊന്നും പുറകോട്ട് വലിക്കുന്നതാവരുത്. ഓഫീസിലെ ടെൻഷനൊന്നും നിങ്ങൾ ക്യാരി ചെയ്യാൻ പാടില്ല. ഇത്ര ദിവസത്തിനകം ഇന്ന സമയത്ത് തിരിച്ചു വന്ന് ഫോൺ ചെയ്തില്ലെങ്കിൽ ഓഫീസിൽ പണി പോകുന്ന ചിന്ത ഉണ്ടാവരുത്. അങ്ങനെ നിങ്ങളൊരു മാനസികാവസ്ഥയിലാണെങ്കിലാണ് പ്ലാൻഡ് അല്ലാത്ത, ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടു നമ്മുടെ മോഹൻലാലിൻ്റെ മകൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച്, പ്രണവ്. അങ്ങനത്തെ യാത്രകൾ അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ യാത്ര ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്സ് ആണ് ഏറ്റവും. സാർ അടുത്ത ചോദ്യം ഇത്രയേ ഉള്ളൂ. സാർ എപ്പോഴും സോളോ ആയിട്ട് ട്രിപ്പ് ചെയ്യുന്നതാണ് ഞങ്ങൾ കാണാറുള്ളത്. എന്തുകൊണ്ടാണ് സാർ കൂട്ടുകാരെ കൂട്ടി സാർ യാത്ര ചെയ്യാത്തത്? എൻ്റെ പണിയൊന്നും നടക്കില്ല അത്ര തന്നെ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഞാൻ ആസ്വദിക്കാൻ പോകുന്ന ഒരു യാത്രയല്ലല്ലോ. സഞ്ചാരം ചിത്രീകരിക്കുക, സഞ്ചാരിയുടെ ഏർക്കുറിപ്പിനുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ഇതാണ് എൻ്റെ യാത്രയുടെ ഉദ്ദേശം. ഞാനൊരു ഉല്ലാസയാത്രക്കാരനല്ല, എൻ്റെ പ്രൊഫഷനാണത്. നിങ്ങൾ ആരാണ് പ്രൊഫഷന് പോകുമ്പോൾ 2 പേരെ കൂടെ കൊണ്ടുപോകുന്നത്? ഒരു ഡോക്ടറാണെങ്കിൽ അങ്ങനെ സർജറിക്ക് കയറുമ്പോൾ ഭാര്യയും കൂടെ കൂട്ടുമോ? കൂട്ടുകാരെയും കൂടെ വട്ടത്തിൽ നിർത്തുമോ? ഇല്ലല്ലോ. അത് വളരെ സീരിയസ് ആയി നമ്മുടെ സീരിയസ് ആയ പ്രൊഫഷനിൽ നമുക്ക് ഒറ്റയ്ക്കേ ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ളവൻ്റെ സൗകര്യങ്ങളും അസൗകര്യങ്ങളും അവൻ്റെ കുശലം പറച്ചിലും അവൻ്റെ തമാശകളും ഒന്നും കേൾക്കാൻ നമുക്ക് നേരമില്ല. അതിന് ഞാൻ ക്യാമറ ഒരിടത്ത് വെച്ചിട്ട് കൂട്ടുകൂടാൻ വേണ്ടി തന്നെ യാത്ര ചെയ്യണം. അങ്ങനെ അല്ലാതെ വെക്കേഷൻ ട്രിപ്സ് പോകാറുണ്ട്? ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ പോകാറുണ്ട്. വേറെ അങ്ങനെ അധികം. പിന്നെ എൻ്റെ ചില അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ ഞാൻ 1-2 തവണ പോയിട്ടുണ്ട്. അതൊക്കെ 10-12 കൊല്ലം മുമ്പാണ്. ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ പോയത് എല്ലാം ഇത്തരം തനിച്ചും പിന്നെ എൻ്റെ കുടുംബത്തോടൊപ്പം ഉള്ള യാത്രകളാണ്. വർഷത്തിലൊരു തവണ കുടുംബത്തോടൊപ്പം മിനിമം ഞങ്ങൾ യാത്ര ചെയ്യുന്നു. കുടുംബത്തോടൊപ്പം ചെയ്യുമ്പോൾ സാർ ഏത് കൺട്രീസ് ഒക്കെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത്? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ അസർബൈജാൻ പോയിട്ടുണ്ട്, ഇന്തോനേഷ്യ പല സ്ഥലത്ത് പോയിട്ടുണ്ട്, സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇവിടെ എത്യോപ്യ പോയിട്ടുണ്ട്, ഹോളി ലാൻഡിൽ പോയിട്ടുണ്ട്. അങ്ങനെ എന്നാലും സാർ ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രണയിച്ച് സാറിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയാണ് ചേച്ചി ലൈഫിലേക്ക് വന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ചെയ്ത ഒരു യാത്ര എവിടേക്കായിരുന്നു സാർ? അത് എനിക്ക് തോന്നുന്നു ഊട്ടി. അന്ന് ഊട്ടിക്ക് തന്നെ പോകാനുള്ള കാശില്ലായിരുന്നു കയ്യിൽ. പറഞ്ഞ് അപ്പോൾ വീട്ടിൽ അപ്പം ഈ ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ഈ കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെ പറയുന്നൊന്നും ആയിട്ടില്ല അന്നൊന്നും. അങ്ങനെയൊക്കെ ചിന്തകളൊന്നും ആളുകൾക്ക് വന്നിട്ടില്ലാത്തൊരു കാലമാണ്. പക്ഷേ എനിക്ക് അപ്പോഴും യാത്ര ചെയ്യണമെന്നുണ്ട്. യാത്ര ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ വീട്ടുകാർക്കും ഇഷ്ടമാണ്. അപ്പം വിവാഹം കഴിച്ച ഉടനെ നമ്മുടെ ഐശ്വര്യപൂർണ്ണമായി ജീവിതം മുമ്പോട്ട് പോകാൻ വേണ്ടി ഒരു തീർത്ഥാടന യാത്ര നടത്താൻ തീരുമാനിച്ചെന്ന് വീട്ടിൽ അവതരിപ്പിച്ച് ഞാൻ അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വേളാങ്കണ്ണി വഴി ഊട്ടി കൊടൈക്കനാലൊക്കെ കറങ്ങിയാണ് പിന്നെ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ തിരിച്ചെത്തിയത്. ഈ മക്കൾക്ക് 2 പേർക്ക് ആർക്കെങ്കിലും ഒരു യാത്ര ഇതുപോലെ സാറിനെ പോലെ ഒരു ക്രേസിനെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ സാർ? എനിക്ക് തോന്നുന്നത് അവരെൻ്റെ അത്ര സാഹസികരല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മകളാണ് ഇപ്പോൾ പഠിത്തം കഴിഞ്ഞത്, മോൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഡിഗ്രി. അവരൊക്കെ മോള് അത്ര സാഹസിക ബുദ്ധി കാണിക്കുന്ന, അതായത് ഒരു യാത്രയ്ക്ക് ഞാൻ പോയതുപോലെ ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങ് പോയി കളയുക അങ്ങനെയൊന്നും അല്ല അവർ. കാരണം അവർക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നിടത്തൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും അതിനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളത് കൊണ്ടും ഒക്കെ ആയിരിക്കാം. അങ്ങനെ ഒരു അതിസാഹസമൊന്നും അവർ ചെയ്യുന്നില്ല.
പക്ഷേ അവർക്കൊക്കെ ഇത് ഈ പറഞ്ഞ ഇൻഡസ്ട്രി ഇഷ്ടമാണ്, അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ഇഷ്ടമാണ്, അവരൊക്കെ അതിലേക്ക് വരുന്നുണ്ട്. അതങ്ങനെയാണ് സാർ. ഈ ഓരോ യാത്ര എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഓരോ യാത്രകൾ ഇസ് വെരി അൺപ്രഡിക്റ്റ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. അങ്ങനെ മരണത്തെ പോലും മുന്നിൽ കണ്ട അതൊരു ചിലപ്പോൾ ഒരു ആനിമൽസിന്റെ അറ്റാക്കോ അങ്ങനെ സാറിന് ഭയങ്കരമായിട്ടും പെട്ടെന്ന് സാർ ഇന്ന സ്പാൻ ലൈക്ക് ഇന്ന വിങ്ക് സാർ ഏറ്റവും കൂടുതൽ പേടിച്ച ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും പേടിച്ച പല ഇൻസിഡൻസ് ഉണ്ട്. പക്ഷേ അതിൽ ഞാൻ എൻ്റെ ചാനലിലെ സഞ്ചാരിയുടെ കുറിപ്പുകൾ എന്ന് പറഞ്ഞ എൻ്റെ അനുഭവങ്ങൾ കഥ പറയുന്നതിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും. ഇപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്ന റഷ്യൻ യാത്ര, കിഴക്കൻ യൂറോപ്പിൽ കൂടെയുള്ളൊരു 9-10 രാജ്യങ്ങളിലൂടെ ജർമ്മനിയും തുടങ്ങി. ജർമ്മനി, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്ക്, ബെലാറസ്, റഷ്യ, ഫിൻലൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്, ഇങ്ങനെയൊക്കെ കറങ്ങി വന്ന ഒരു 10-25 ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നു. ഒരു പാക്കേജ് ടൂറിൻ്റെ ഭാഗം. അത് ആദ്യകാലത്താണ്, 2001 ഒക്കെ. ആ യാത്രയിൽ ഞാൻ ഈ യൂറോപ്പിലെ തണുപ്പ് കാലത്ത് ആദ്യമായിട്ടാണ് ആ സമയത്ത് പോകുന്നത്. ഈ തണുപ്പിൻ്റെ തീവ്രത എനിക്കറിയത്തില്ല, പ്രത്യേകിച്ച് റഷ്യയിലെ. അപ്പം നമ്മൾ ഈ ഊട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടുമ്പോഴൊരു ജാക്കറ്റും ഒക്കെ ആയിട്ടാണല്ലോ പോകുന്നത്, ഒരു സ്വെറ്ററും ഒക്കെ ആയിട്ട്. പക്ഷേ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇതുകൊണ്ടൊന്നും പിടിച്ചാൽ നിൽക്കില്ലെന്ന്. അവിടെ -2, -3, -4, -5 ഒക്കെ ആയിട്ട് ഓരോ ദിവസം താന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നവംബർ അവസാനമോ ഡിസംബർ ആദ്യമൊക്കെയാണിത്. ഒരു ദിവസം ഞാൻ ഹോട്ടലിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും ഞാൻ റൂമിൽ നിന്ന് വിറയ്ക്കുകയാണ്. റൂമിനകത്ത് കയറി നല്ല ചൂടാക്കി നിർത്തി മുറിക്കകത്ത് എൻ്റെ താടി എല്ല് കൂട്ടിമുട്ടുന്നു, വിറയ്ക്കുന്നു, നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ടുന്നു. പിന്നെ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അത് നീണ്ടൊരു പ്രോസസ്സ്. ആ രാത്രി എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ തീരുമാനിച്ചു ഇന്ന് എൻ്റെ അന്ത്യമാണ്. അപ്പം അന്ന് റിസപ്ഷനിലേക്ക് വിളിക്കാം, ഫോണുണ്ട്, റൂമിൽ ഫോണുണ്ട്. ഞാൻ റിസപ്ഷനിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ റിസപ്ഷനിൽ ഒരാൾക്ക് മറ്റോ കഷ്ടിച്ച് ഇംഗ്ലീഷ് അറിയൂ. അന്ന് റഷ്യയിൽ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഈ 2001 കാലമാണ്. അവർ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഈ സോവിയറ്റ് യൂണിയൻ വിഘടിച്ചിട്ട് അധികം കാലമായിട്ടില്ലാത്തൊരു സമയം. ഒരാൾക്ക് ഫോൺ ഇംഗ്ലീഷ് അറിയാം. അവിടെ അവരുമായിട്ട് സംസാരിച്ച ഞാൻ ചോദിച്ചു, ഇവിടെ എനിക്കൊരു ഡോക്ടറുടെ ഹെൽപ്പ് കിട്ടുമോ, അസിസ്റ്റൻസ് അവിടെ കിട്ടുമോ? അപ്പോൾ അവർ പറഞ്ഞു ഏതോ ഒരു റൂം നമ്പർ പറഞ്ഞു. അവിടെ അത് വലിയ ഹോട്ടലാണ്, കോസ്മോസ് എന്ന് പറയുന്ന വമ്പനൊരു ഹോട്ടലാണ്. ഏതാണ്ട് 1000 ചില്ലുവാനം റൂംസ് ഉണ്ട്. അത് തന്നെ ഒരു പട്ടണം പോലെയാണ് ഹോട്ടലിനകം. അപ്പോൾ അവിടെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല, അവിടേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഹോട്ടൽ റൂമിലേക്ക് വരും, ഡോക്ടർ റൂമിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഞാൻ ആ നമ്പർ വിളിച്ചു. റഷ്യൻ ഭാഷയിലാണ്. ഞാൻ ഇംഗ്ലീഷിൽ പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു. എനിക്ക് ഐ നീഡ് സപ്പോർട്ട്, ഐ നീഡ് ഹെൽപ്പ്, ഞാൻ ഇന്ന റൂമിൽ നിന്നാണ്, യു വെയിറ്റ്. അവർക്ക് ഇംഗ്ലീഷ്, ഡോക്ടർ ഒരു ലേഡി ശബ്ദമാണ്, വെയിറ്റ് ദെയർ എന്ന് മാത്രം പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ബാക്കിത്തെ എന്താ പറയുന്നത് മനസ്സിലായില്ല. അരമണിക്കൂർ, 1 മണിക്കൂർ, ഇടയ്ക്ക് വീണ്ടും വിളിക്കുന്നു, വെയിറ്റ് 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 എന്ന് പറയുന്നത് മാത്രം കേൾക്കാം. ഒടുവിൽ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ മുറി ചെല്ലുന്നു. ഞാൻ അവസാനം റിസപ്ഷൻ വിളിച്ച് ചോദിച്ചാൽ ഏത് റൂമാണെന്ന് മനസ്സിലാക്കി. ഈ അപ്പോൾ ഒരു ക്ലിനിക്ക് പോലെ ഒരു സംവിധാനമുണ്ട്. അവിടെ ഒരു നോവലൊക്കെ വായിച്ച് ഈ അമ്മച്ചി ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ പ്രശ്നം, എനിക്ക് ഐ കനോട്ട് ബ്രീത്ത്, എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ വിറയ്ക്കുന്നു. അപ്പോൾ അവർ ടെമ്പറേച്ചർ നോക്കുന്നു, പ്രഷർ നോക്കുന്നു, യു ആർ നോർമൽ എന്ന് പറയുന്നു. എനിക്ക് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഒടുവിൽ അവർ ഏതൊക്കെയോ 2-3 ഗുളിക എടുത്ത് പൊതിഞ്ഞിട്ട് ഒരു കടലാസിലാത്താക്കി തന്നു വിട്ടു. ഞാൻ ആ ഗുളികയായിട്ട് ചെന്ന് ഇതിപ്പോൾ കഴിക്കുക, അല്ല ഇത് രാവിലെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് തന്നു. മറ്റേ പറഞ്ഞ ഉച്ചയ്ക്ക് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചു. ഇവർ എഴുതുന്നത് നമുക്ക് വായിക്കാമല്ലോ, 10101 എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് കണ്ടിട്ട് അപ്പോൾ രാവിലെ കഴിക്കാനൊരു സാധനമുണ്ട്. ഞാനത് ചെന്ന പാടെ അതങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ കട്ടിലേക്ക് കയറി കിടന്നു. പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഉണരുന്നത് നേരം വെളുത്ത് കുറേ കഴിഞ്ഞ് നോക്കുമ്പം ഞാൻ വേർത്ത് കുളിച്ച് ഇതിനകത്ത് കിടക്കുകയാണ്. ഈ പുതപ്പിനടിയിൽ ഇത്രയും കനമുള്ള പുതപ്പാണ്, അതിനകത്ത് വേർത്ത് കുളിച്ചാണ് കിടക്കുന്നത്. ഞാൻ എഴുന്നേറ്റു. അപ്പോൾ എനിക്ക് ജീവനുണ്ട്, പ്രശ്നങ്ങളില്ല. ഇത് അതിഭീകരമായൊരു രാത്രിയായിരുന്നു. പക്ഷേ ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി. പിന്നെ അതിനെ അതിജീവിച്ചെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായ രീതിയിലാണ്. പിന്നെ ഞാൻ അവിടുന്ന് ഒരു പുതപ്പ് വാങ്ങി. ഇവിടെ ജാക്കറ്റൊന്നും കിട്ടില്ല. അപ്പോൾ അവിടുന്ന് ഒരു പുതപ്പ് സംഘടിപ്പിച്ചിട്ട്, ഈ കനമുള്ള കമ്പിളി പുതപ്പ് സംഘടിപ്പിച്ചിട്ട് അതിനെ 3-4 മടക്കിയിട്ട് അതിനകത്ത് ഞാനൊരു പൊത്തിട്ടു. ഈ പൊത്തിനകത്തോടെ തല കയറ്റിയിട്ടു. എന്നിട്ട് അപ്പോൾ അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ കിടക്കുമല്ലോ. എന്നിട്ട് അതിന് മുകളിൽ ജാക്കറ്റ് ഇട്ടു. കാരണം ഈ കോസ്മോസ് ഇരിക്കുന്ന പ്രദേശത്ത് കടകളൊന്നുമില്ല, സ്ഥാപനങ്ങളില്ല. ബസ് അടുത്ത 10 മണിക്ക് അവിടുന്ന് വീണ്ടും പുറപ്പെടും. അതിനു മുമ്പ് എനിക്ക് ഇനി മുമ്പോട്ട് യാത്ര പോകണമെങ്കിൽ ഈ സാധനം വേണം. അപ്പോൾ അവിടുത്തെ ഒരു ജീവനക്കാർ ഈ ഹോട്ടലിൽ സംസാരിച്ച് അവരൊരു പഴയ പുതപ്പ് സംഘടിപ്പിച്ച് തന്നാണ് ഈ സാധനം. ഇതൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ പിന്നെ യാത്ര തുടരുന്നത്. അപ്പോൾ ഈ യാത്രയെ തുടർന്ന് വേറെ ഒത്തിരി ദുരന്തങ്ങളുണ്ടായൊരു യാത്രയായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇനി സർവൈവ് ചെയ്യില്ല എന്ന്
എനിക്ക് തോന്നിയ ഒരു ദിവസം അതായിരുന്നു, ആ രാത്രിയായിരുന്നു. അതായിരുന്നു. ഇത്രയും പറയുമ്പോഴും സാർ ഈ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് വൈബും നെഗറ്റീവ് വൈബും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പേസിൽ പോയപ്പോൾ സാറിന് അങ്ങനെ തോന്നിയോ ഒരു നെഗറ്റീവ് വൈബ്, ഒരു നെഗറ്റീവ് എനർജി അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നത് പോലെ, ഈ ഭൂതം പ്രേതം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വൈബ് സാറിന് അവിടെ എത്ര സ്ഥലങ്ങളിലൊക്കെ സാറിന് അങ്ങനെ റിവേർട്ട് ചെയ്തിട്ടുണ്ട്? നെഗറ്റീവ് വൈബ് എന്ന് പറയുന്നത് നമ്മളെ പിടിച്ച്, ഇപ്പം ഞാൻ ഈ ഭൂതപ്രേതങ്ങളിലൊന്നും വിശ്വസിക്കുന്നത് കൊണ്ടല്ല, പക്ഷേ അവിടെ ഉണ്ടായ ചില സംഭവങ്ങൾ നമ്മളെ പിടിച്ചുലയ്ക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഹിറ്റ്ലറുടെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന ക്യാമ്പിലൊക്കെ ചെല്ലുമ്പോൾ ലക്ഷക്കണക്കിന്, ഏതാണ്ട് 15 ലക്ഷം പേരെയാണ് ആ ഒറ്റ ക്യാമ്പിൽ മാത്രം കൊന്നു കളഞ്ഞത്. അപ്പോൾ അവിടെ അവരുടെ പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം ഒരു ഇത്രയുള്ളൊരു ഹോളിനകത്ത് അവിടെ ഒരു ഹോൾ മുഴുവൻ കിടക്കുന്ന അവരുടെ ഷൂസുകളായിരിക്കും. ഷൂസ് എന്ന് പറഞ്ഞാൽ മുതിർന്നവരുടെ അല്ല, 1 വയസ്സ് 2 വയസ്സ് 1.5 വയസ്സൊക്കെയുള്ള കുട്ടികളുടെ ഷൂസ്. അത് രസമുള്ള ഷൂസാണല്ലോ, അറിയാമല്ലോ, പല കളറിലുള്ള വള്ളിയൊക്കെയുള്ള ഷൂസ്. അതുമാത്രം ഒരു ഹാളിനകത്ത് കൂട്ടിയിട്ടേക്കുക. അതായത് അവിടെ കൊല്ലപ്പെട്ട കുട്ടികളുടെ മാത്രം അത്. പിന്നെ മുതിർന്നവരുടെ, സ്ത്രീകളുടെ വാനിറ്റി ബാഗുകൾ 10,000 അത് വലിയൊരു ഹോൾ നിറയെ കൂട്ടിയിട്ടിരിക്കുന്നു. ചിലരടുത്ത് ഷൂസ് മാത്രം. അതായത് അവിടെ കൊല്ലുന്നതിന് മുമ്പ് ഇവരുടെ ഇതെല്ലാം മേടിച്ച് കളക്ട് ചെയ്ത് മാറ്റി വെക്കുമായിരുന്നു. അങ്ങനെ ഒരു മുറി മുഴുവൻ കൂന കൂടി കിടക്കുന്ന മുഴുവൻ മുടികളാണ്. കൊല്ലുന്നതിന് മുമ്പ് ഇവരുടെ മുടി മുറിക്കുമായിരുന്നു. ഇങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഓരോ കഴിഞ്ഞ് അവരുടെ സെല്ലുകൾ, അവരെ പാർപ്പിച്ചിരുന്ന സെല്ലുകൾ, അവരെ താമസിപ്പിച്ചിരുന്ന കൊലയ്ക്ക് മുമ്പ് പാർപ്പിച്ചിരുന്ന മുറികൾ, എന്തെങ്കിലും തോന്നിയാസം കാണിക്കുന്നവരെ പരസ്യമായിട്ട് വെടിവെച്ച് കൊന്നിരുന്ന ഒരു ഭിത്തി, ആ ഭിത്തിയെ ചാരി നിർത്തിയിട്ട് വെടിവെച്ച് കൊല്ലുക. അപ്പോൾ ഒരു ദിവസം മുടങ്ങാതെ വെടിവെച്ച് കേട്ടോണ്ടിരിക്കും. കാരണം അവിടെ തന്നെ 10,000 ആളുകൾ ആ ക്യാമ്പിൽ ഒരേ സമയമുള്ളത്. വേറൊരിടത്ത് ഈ റോൾ കോൾ ഗ്രൗണ്ട് എന്ന് പറയും. അതായത് എല്ലാ ദിവസവും രാവിലെ റോൾ കോൾ ഉണ്ട്, എല്ലാവരും നിരത്തി നിർത്തും തടവുകാരെ. എന്നിട്ട് ഏതെങ്കിലും ഒരാൾ മിസ്സാവുകയോ തടവ് ചാടാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ശിക്ഷയുണ്ട്. അങ്ങനെ തടവ് ചാടാൻ ശ്രമിച്ചവരെ ഈ റോൾ കോൾ നടത്തുന്ന ഒരു തൂക്കുമരമുണ്ട്, അതിൽ പരസ്യമായിട്ട് അവിടെ കെട്ടി തൂക്കി അപ്പം തന്നെ കൊല്ലും. ഒന്നിൽ കൂടുതലായിരിക്കും. വേറൊരു ഭാഗത്ത് ഗ്യാസ് ചേമ്പറുകളാണ്. അതിനകത്തേക്ക് കയറുക, വാതിലടയ്ക്കുക, ഗ്യാസ് തുറന്നു വിടുന്നു, ഒരു 10 മിനിറ്റ് കൊണ്ട് പണിയെല്ലാം തീരുന്നു. പിന്നെ ശവം മാറ്റാൻ അടുത്ത ബാച്ചിൽ ഗ്യാസ് ചേമ്പർ കയറേണ്ടവരുടെ ജോലിയാണ് ആദ്യത്തെ ബാച്ചുകാരുടെ ശവം അവിടെ നിന്ന് എടുത്ത് മാറ്റി കത്തിച്ച് കളയുക എന്നുള്ളത്. കത്തിച്ച് കളയുന്ന വലിയ ചിമ്മിനികളുണ്ട്. അതിനകത്തോട്ട് മൃതദേഹം ഇങ്ങനെ തള്ളിവിട്ടാൽ മതി, യന്ത്രം ആണ്. അതിങ്ങനെ കരിച്ചുകൊണ്ട് അത് 24 hours കത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ വലിയ അടുപ്പുകൾ, വലിയ അടുപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ കഥകൾ അറിഞ്ഞ് ഒരു ദിവസം മുഴുവൻ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ്. എന്നാലോചിച്ച് ചോദിക്കുക, അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ ഉണ്ടാവുക? ഇതൊക്കെയാണ് ഞാൻ കാണുന്ന മനുഷ്യനുണ്ടാക്കിയ എനർജികളേ ഉള്ളൂ ലോകത്ത്. അതല്ലാതെ വേറെ ഭൂതപ്രേത പിശാചുകളൊന്നുമില്ല. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രേതങ്ങളും ഭൂതങ്ങളും പിശാചുക്കളും ഒക്കെ മനുഷ്യരൊക്കെ തന്നെയാണ്. വെൽ സെഡ്. ഇനി കേരളത്തിന്റെ 2 ചോദ്യങ്ങളുണ്ട് സാർ. വേറൊന്നുമല്ല, കേരളത്തിന് ഏറ്റവും ഭംഗിയുണ്ടെന്ന് സാർ വിശ്വസിക്കുന്ന, എന്നാൽ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലം, ഒരു ജില്ല. കാരണം ടൂറിസം സാധ്യത വളരെ കൂടുതലാണ്, അത് ഒട്ടും തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് സാറിന് തോന്നുന്ന ഒരു ജില്ല, ഒരു സ്ഥലം. കേരളത്തിലെ ടൂറിസം സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോയി നമ്മൾ ചെയ്തിട്ടുണ്ട്. തീരെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പല നിയമങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ടൂറിസത്തിൻ്റെ ഭയങ്കര സാധ്യതകളുള്ള, എന്നാൽ അവിടെ ടൂറിസം വരാതിരിക്കുന്ന നല്ലതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഗവിയൊക്കെ പോലുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് അധികം ആളുകളെ കയറ്റിവിടുന്നില്ല. പക്ഷേ അതിമനോഹരമായ പ്രദേശങ്ങളാണ്. വളരെ നല്ല ഗംഭീരമായ പ്രകൃതി, നല്ല ഒന്നാന്തര ഓക്സിജൻ. അത് മനുഷ്യരെ കയറ്റിവിട്ടാൽ ചിലപ്പോൾ പോവുകയും ചെയ്യുമായിരിക്കാം. അതിലൂടെയൊക്കെ ഞാൻ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. അതുപോലെ അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. പിന്നെ വടക്കൻ മലബാറിന് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇനിയും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിലൊക്കെ പ്രത്യേകിച്ച് ബേക്കൽ, ഉദുമ പഞ്ചായത്ത്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിമനോഹരങ്ങളായ സ്ഥലങ്ങൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനും സാധ്യതകളുണ്ട്. പക്ഷേ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇതിനകത്തെ പ്രൊഫഷണൽസ് ഇതിലേക്ക് വരുന്നില്ല. അതാണ് പ്രശ്നം. നാട്ടിൽ കാശുള്ളവൻ റിസോർട്ട് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം കാണിച്ചു വെക്കുന്നതാണ് ഇപ്പോഴും ഈ പറഞ്ഞ വികസനം എന്ന് പറയുന്നത്. നാട്ടിൽ കാശുള്ളവൻ അവൻ്റെ സങ്കല്പത്തിൽ എന്തോ പണിത് വെക്കുന്നതാണ്. അതിൻ്റെ ടൂറിസത്തിൻ്റെ ടെക്നോളജി അറിയുന്ന, ലോകത്ത് ടൂറിസം ഇത്തരം സ്ഥലങ്ങളെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ആംഗിളിൽ എങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു ധാരണയില്ലാത്തവരെല്ലാം കേരളത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നതാണ്. അതിന് മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടത്. അത് ഇപ്പോഴും എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല. അതാണ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്ന ഏജൻസി കുറച്ചൊക്കെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റൊക്കെ ഈ DTPCകളൊക്കെ പോലും ലക്ഷ്യബോധം ഇല്ലാതെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.
ഇനി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയങ്കരമായിട്ടും ട്രോമ അനുഭവിച്ച ഒരു സമയമായിരുന്നു സാർ കൊറോണ. ഇത്രയും സഞ്ചരിക്കുന്ന സാർ കൊറോണ കാലത്ത് എങ്ങനെയാണ് നേരിട്ടത്? കാരണം നമ്മളെല്ലാവരും അധികം ട്രാവൽ ചെയ്യാതെ ഭയങ്കര ഇന്റർനാഷണൽ ബാനിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ട്രാവൽ ബാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ എങ്ങനെയാണ് ശരിക്കും കൊറോണ കാലത്ത് സാർ എങ്ങനെയാണ് കോപ്പ് അപ്പ് ചെയ്തത്? അല്ല, ഈ കൊറോണ കാലത്തും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. കൊറോണ കാലത്ത് ഞാൻ മെക്സിക്കോയിലായിരുന്നു. കൊറോണയിൽ ഞാൻ ലോക്ക്ഡൗണിന്റെ സമയത്താണ് തിരിച്ച് ലാൻഡ് ചെയ്യുന്നത് ഇവിടെ. എന്നിട്ട് 15 ദിവസമോ 20 ദിവസമോ മറ്റോ ക്വാറന്റൈനിലൊക്കെ ഇരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ഒരു 3-4 മാസം നമുക്ക്, പിന്നെ 1 വർഷത്തോളം എനിക്ക് യാത്രകളില്ലായിരുന്നു. ആ സമയത്ത് പഴയ സഞ്ചാരമൊക്കെ കാണിച്ചാണ് പ്രേക്ഷകരെ പിടിച്ചു നിർത്തിയത്. പക്ഷെ അന്ന് പഴയ സഞ്ചാരങ്ങളുടെ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അതൊന്നും പ്രശ്നം ഉണ്ടായില്ല. സാറിന് എന്നാലും പേഴ്സണലി ഒരു എവിടെയെങ്കിലും ഇത് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എപ്പോഴെങ്കിലും സാറിന് അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. ആ സമയത്ത് നമുക്ക് ഒത്തിരി പുതിയ പദ്ധതികളുടെ പ്ലാനിങ് നടക്കും, വീട്ടുകാരുടെ കൂടെ സമയം കിട്ടും. അപ്പം നമുക്ക് സാധാരണഗതിയിൽ സഞ്ചാരത്തിന് സാധ്യതയുള്ള ഒരു സമയത്ത് വിമാനങ്ങൾ പറക്കുകയും ലോകം സാധാരണഗതിയിൽ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ ഭാര്യയുടെ കൂടെ വീട്ടിലിരുന്ന നാട്ടുകാരെന്ത് പറയും? കോവിഡ് കാലത്തിരുന്ന ആരും ഒന്നും പറയില്ല. അപ്പോൾ അതൊരു അവസരമല്ലേ? ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കൂടെ നമ്മൾ കുറേ കാലം യാത്രകളില്ലാതെ വീട്ടിലിരുന്നു. എന്നാലും ഒരു സാറിന് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര പ്ലസന്റ് മോഡിലാണ് ഞങ്ങൾ എല്ലാവരും, കാരണം ഒരുപാട് ഇന്ററാക്ഷൻസിന് പോകുമ്പോൾ കാണുന്നത്. വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണോ സാറ് മക്കളുടെ അടുത്ത്? ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പൊതുവെ അവർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, വളരെ പക്വതയോടെ കാര്യങ്ങളെ അത്യാവശ്യം കാണുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് കുട്ടികളായിരിക്കുമ്പോൾ. ഇനി അവരെങ്ങനെയാവുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇതുവരെ അവർ അങ്ങനെയാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കേണ്ട ഒരു കാര്യമേ ഇല്ല. പിന്നെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഞാനുമായിട്ട് അത്രയും യോജിച്ചു പോകുന്ന സ്ത്രീകൾ വേറെ ലോകത്തുണ്ടാകുമെന്ന് എനിക്ക് സംശയമുള്ള പോലെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യയെ പുകഴ്ത്തുന്ന ഒരു ആളൊന്നും അല്ല ഞാൻ. പക്ഷേ വളരെ വളരെ ക്ഷമാശീലമുള്ള ഭയങ്കര വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്ന, എൻ്റെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന, പരമാവധി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ യുദ്ധമൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. പിന്നെ അനാവശ്യമായ കാര്യത്തിന് പോലും ചില നേരത്ത് ദേഷ്യം വന്ന് ഞാൻ ചൂടാകാറുണ്ട്. പക്ഷെ അത് ഇവരുടെ മര്യാദ കൊണ്ട് അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. അവരങ്ങ് മിണ്ടാതിരുന്നേക്കും ആ സമയത്ത്. എന്നാലും അത്ര സ്ട്രിക്റ്റ് ഫാദറും ഹസ്ബൻഡും അങ്ങനെ സ്ട്രിക്ട്നെസ് എന്ന് പറയുന്നത് എൻ്റെ പോളിസി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് അവരനുസരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വേറെ പ്രശ്നമില്ല. അനുസരിക്കുകയല്ല, എന്നെ അനുസരിക്കുക എന്നുള്ളതല്ല, എങ്ങനെയായിരിക്കണം നമ്മൾ ജീവിതത്തെ സമീപിക്കേണ്ടതെന്ന് എൻ്റെ ഒരു വീക്ഷണമുണ്ട്. അത് ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല, അത് അവർക്കും അത് തന്നെയാണ് അവരുടെ അഭിപ്രായം. നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാമല്ലോ, അങ്ങനെ തന്നെയാണ് എന്നാണ് അവർ കാണുന്നത്. കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുക, അത്രേ. അത് എൻ്റെ മാത്രം ഗുണമല്ല കേട്ടോ. എൻ്റെ പിതാവും അങ്ങനെയുള്ള ഒരാളാണ്. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ പിതാവും അങ്ങനെ ഒരു വിശാല വീക്ഷണമുള്ള ഒരാളാണ്. എന്നാൽ എല്ലാ കാര്യവും ഒരു നീതിനിഷ്ഠമായിട്ട് കാര്യങ്ങൾ നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ആ കുടുംബത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. അമ്മയും അത്തരത്തിലുള്ള ഒരു ശിക്ഷണമാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പം ആ ഒരു പാരമ്പര്യം തുടരാൻ ഇപ്പം അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, അത്യാവശ്യം അത്യാവശ്യങ്ങളും അറിഞ്ഞ് അവരൊക്കെ ആയിട്ടുള്ള സഹകരണം ഉണ്ടാകേണ്ടതിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഗുണങ്ങളാണ്. അല്ലാതെ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചത് കൊണ്ടോ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടോ ഉണ്ടായ ഗുണങ്ങളല്ല ഒന്നും. അതൊക്കെ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇത്രയും പറയുമ്പോൾ സാർ, കേരളത്തെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച, ഭയാനകമാക്കി നിർത്തിയ, കേരളത്തെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച ഒരു വിഷയം തന്നെയായിരുന്നു വയനാട് ദുരന്തം. ഈ വയനാട് ദുരന്തം കഴിഞ്ഞ് ഇപ്പോഴും ടൂറിസ്റ്റുകൾ വയനാട്ടോട്ട് പോകാനായിട്ട് ഭയങ്കരമായിട്ട് ഒരു പേടി വരുന്നുണ്ട്. സോ നമ്മൾ എന്താണ് സാർ, സാധാരണക്കാരല്ലെങ്കിൽ നമ്മൾ എന്താണ് സാർ ചെയ്യേണ്ടത്? ഇല്ല, നമുക്ക് കോമൺ സെൻസ് ഉണ്ടായാൽ മതി. ലോകത്ത് ഒരു ബോട്ട് മുങ്ങിയാൽ ലോകത്തെ എല്ലാ ബോട്ട് യാത്ര നിരോധിക്കണമെന്ന് പ്രസ്താവന ഇടുന്നവരല്ലേ നമ്മൾ. ഒരു വിമാനം ഏതെങ്കിലും ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞാൽ വിമാനയാത്ര തന്നെ ഇനി വേണ്ടാന്ന് വെക്കുന്ന ആ കോമൺ സെൻസ് ഇല്ലായ്മ നമ്മൾ എന്തിനാ ഇനിയും? ഇപ്പം ഭൂകമ്പമോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ ഒക്കെ ഒരു സ്ഥലത്ത് ഉണ്ടായി. അതോ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് പോലും ഇല്ല, ഒന്ന് ഓർക്കണം. അത്രയും സ്ഥലത്തേ ഉണ്ടായിട്ടുള്ളൂ. അതിനൊരു ജില്ല മുഴുവൻ പ്രശ്നമാണ് നമ്മൾ പ്രഖ്യാപിക്കുകയും നമ്മളങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തതിൻ്റെ അർത്ഥം തന്നെ. അപ്പം അതൊക്കെ വളരെ യുക്തിബോധത്തോടെ കാര്യങ്ങളെ കാണാത്തതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്, അല്ലേ? ഇപ്പം ഈ ഭൂകമ്പം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് ഒരു ജില്ല എത്ര വലിപ്പമുണ്ടെന്ന് നമുക്ക് ധാരണയില്ല. വയനാട് ജില്ല എത്ര വിസ്തൃതമാണ്. നിങ്ങൾ ഒരറ്റത്ത് മറ്റേ അറ്റത്ത് ഓടിയാൽ രാവിലെ തുടങ്ങിയാൽ വൈകിട്ട് അവിടെ എത്തുള്ളൂ. അതേ സ്ഥാനത്താണ് ഒരു 200-300 മീറ്റർ വീതിയിൽ, 300 മീറ്റർ എന്ന് പറഞ്ഞാൽ 3 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വീതിയിൽ
മണ്ണിടിഞ്ഞു പോകുന്ന ഒരു ഗ്രാമത്തിന് നടുക്കൂടിയായി അത് ഇരുണ്ട് വീണത്. അതൊന്നും ചെറുതായിട്ട് ഞാൻ കാണല്ലേ പറഞ്ഞേ. നമ്മൾ അങ്ങനെ ചെറുതായിട്ടും ലോകത്തിൻ്റെ പ്രതിഭാസങ്ങളെ കാണാൻ പഠിക്കണം. വേണ്ടേ? ഇതെല്ലാം ലോകത്തിൻ്റെ അവസാനമാണ്, ഇനിയൊന്നും ഇല്ലയെന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. ഇതൊരു ചെറിയ പ്രതിഭാസമാണ്. ഈ വലിയ ഭൂമിയുടെ വലിപ്പമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ ലോകയാത്രയൊക്കെ നടത്തി കഴിയുമ്പോൾ ആകാശത്തുനിന്ന് ഭൂമിയെ കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ഒരു പൊട്ടിൻ്റെ അത്രയേ ഉള്ളൂ. ഈ ഭൂമി തന്നെ നമ്മൾ കുറച്ച് അകലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കടുകുമണിയുടെ വലിപ്പമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പ്രപഞ്ചത്തിലേക്ക് യാത്ര ചെയ്താൽ. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിച്ച് ഇതെല്ലാം ലോകാവസാനമാണെന്ന് ചിന്തിക്കേണ്ട മനസ്സ് മാറ്റണം, ചിന്തിക്കുന്ന മനസ്സ് മാറണം. അങ്ങനെയാണ് വേണ്ടത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ കിടക്കും. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലേ? മൂന്നാറിൽ പണ്ടൊരു പ്രളയം ഉണ്ടായത് കേട്ടിട്ടില്ലേ? അതിനുശേഷം മൂന്നാറൊന്നും ഇല്ലായിരുന്നോ? ഈ വലിയ വിശ്വാസികളോട് ഞാൻ ചോദിക്കട്ടെ, നോഹയുടെ കാലത്ത് ഒരു പ്രളയം ഉണ്ടായത് കേട്ടല്ലോ, മറ്റെല്ലാം നശിച്ചു പോയി എന്ന് കേൾക്കുന്നില്ലേ? അന്ന് പ്രകൃതി സംരക്ഷിക്കാത്ത കൊണ്ട് പ്രളയം ഉണ്ടായതാണോ? അപ്പം ഇത് പുരാണങ്ങളിൽ പോലും ഇത് പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വിശ്വാസങ്ങളിൽ മതഗ്രന്ഥങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? ഇതെല്ലാം എക്കാലത്തും ഉണ്ട്. അതിനെല്ലാം അടുത്ത തലമുറ അതിജീവിക്കുകയല്ലേ സംഭവിക്കുന്നത്. ദുബായിൽ പ്രളയം ഉണ്ടായില്ലേ കഴിഞ്ഞ വർഷം? ദുബായിൽ പ്രളയം ഉണ്ടായില്ലേ? മരുഭൂമിയുടെ നടുക്ക്. എന്നിട്ട് അവരെല്ലാം നിരാശരാകുകയും പിന്നെ ആരും ദുബായിക്ക് പോയിട്ടില്ലേ? അതാണ്. ഒമാനിൽ പ്രളയം ഉണ്ടായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലെ ഏത് സ്റ്റേറ്റിലാണ്, ന്യൂയോർക്കിൽ ഉൾപ്പെടെ ഫ്ലോറിഡ ഉൾപ്പെടെ പ്രളയമുണ്ടായി തകർത്ത് അമ്മാനമാടുകയല്ലേ ചെയ്യുന്നത്. കത്രീന മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വർഷവും കൊടുങ്കാറ്റ്, ചുഴലിക്കൊടുങ്കാറ്റ് ലക്ഷങ്ങളെ മാറ്റി. പിറ്റേ ദിവസം പോലെ അവർ സാധാരണ പോലെ ജീവിക്കുന്നു. ഫ്ലോറിഡയിലല്ലേ ഡിസ്നി വേൾഡ് ഉൾപ്പെടെയുള്ള അമ്യൂസ്മെന്റ് പാർക്കുകൾ, എന്തെല്ലാം മയാമി പോലുള്ള ക്രൂസിന്റെ ക്യാപിറ്റൽ, ഇതെല്ലാം അവിടെയല്ലേ. ഇതോടെ അതെല്ലാം തിന്നു പോവുകയാണോ? അല്ല. പ്രളയം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവർ പഴയ പോലെ തന്നെ പണി തുടങ്ങും. ഇത് തന്നെയാണ് വേണ്ടത്. ഒരു പോസിറ്റീവ് സ്പിരിറ്റ് വേണം. ഇതെല്ലാത്തിൻ്റെയും അന്തിമാണ് ഈ നെഗറ്റീവ് ചിന്തയും നമുക്ക് ശേഷം പ്രളയം എന്നുള്ള ചിന്തയൊക്കെ കളയണം. ഇതൊക്കെ നമ്മളെക്കാൾ മിടുക്കന്മാർ ഇനി വരും. ഈ പ്രശ്നങ്ങളൊക്കെ നാളെ തീരും എന്ന് നമ്മൾ കാണണം. ഓക്കെ സാർ, ഇനി അടുത്തൊരു ചോദ്യം ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഇതോടുകൂടി ഞങ്ങളുടെ റാപ്പിഡ് ഫയർ എല്ലാം കഴിയാണ്. ഇത് ചോദിച്ച ഒരു കുഞ്ഞു കുട്ടിയാണ്. സാറിന്റെ പ്രോഗ്രാമിന് ഇൻട്രാക്ഷൻ സെക്ഷനിൽ അവൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് സാർ ആ ഒരു സെൻസിൽ മാത്രം ഈ ചോദ്യം എടുത്താൽ മതി. സാർ, എന്തെങ്കിലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ? ഇനി പൊട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പൊട്ടിയാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അവിടെ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ അവൻ ചെയ്തോളും. അല്ല, എന്തെങ്കിലും ഇത് പൊട്ടുമോ? അങ്ങനെ എന്തെങ്കിലും ഉടനെ പൊട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഉടനെ പൊട്ടാൻ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രാവിറ്റി ഡാം. ഈ ഗ്രാവിറ്റി ഡാം എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? ഗ്രാവിറ്റി ഡാം കല്ലുകൾ അടുക്കി പണിതിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സയൻസും ടെക്നോളജിയും ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ പൊട്ടാൻ സാധ്യതയില്ല. എന്നാൽ അത് എക്കാലത്തേക്കുമുള്ള ശാശ്വതമായ ഒരു സംവിധാനമാണെന്നല്ല എൻ്റെ അർത്ഥം. ഇതിൽ ഏറ്റവും പ്രധാന വശം പൊട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, അതിൻ്റെ താഴെ ജീവിക്കുന്ന മനുഷ്യരുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം, അല്ലേ? ഞാൻ പൊട്ടു എന്ന് പറഞ്ഞാലും വേറൊരാൾ പൊട്ടിയാലെന്ന് പറഞ്ഞാലും അതിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്ന മനുഷ്യർക്ക് ഇത് പൊട്ടു എന്നാ പേടിയെങ്കിലോ തീർന്നില്ലേ? ആണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആശങ്ക പരിഹരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എന്തായാലും പേടിക്കേണ്ട, പെട്ടെന്നൊന്നും പൊട്ടില്ല എന്നാണ് സാറ് പറയുന്നത്. പൊട്ടില്ല മോനെ. അത്രയും പറയുമ്പോൾ സാർ, ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ മാറ്റണമെന്ന് സാറിന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം? ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇത് ഭയങ്കര രൂക്ഷമാണ്. സോഷ്യൽ മീഡിയ ഇതിൽ കുറച്ച് ഓവറാണ്. വ്യക്തിഹത്യ. നിങ്ങൾ അറിയാത്ത ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു സെന്റൻസ് കേട്ടിട്ട് അവനെ എന്തിനാണ് ചീത്ത വിളിക്കുന്നത്, കൊല്ലുന്നത്? ഏതോ സാഹചര്യം നമ്മളൊക്കെ എന്തെല്ലാം സെന്റൻസുകൾ ആ സന്ദർഭത്തിൽ നടത്തിയെടുത്താൽ നമ്മളൊക്കെ പറഞ്ഞത് തെറ്റായി പോകാവുന്ന, വ്യാഖ്യാനിക്കാവുന്ന എത്രയോ സെന്റൻസുകളും വാക്കുകളും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? ആണ് ഇല്ലേ? നമ്മൾ ഈ പറഞ്ഞതിലെ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിലെ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് എടുത്തിട്ട് മറ്റൊരിടത്ത് കൊണ്ടുപോയി വെച്ചാൽ, അല്ലെങ്കിൽ ആ സെൻറ്റൻസ് മാത്രം എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ ഒരു കോൺട്രാസ്റ്റ് അർത്ഥം വരുന്ന എത്രയോ സാഹചര്യങ്ങളുണ്ട്. അതുമാത്രം കേട്ടിട്ട് ഇയാൾ ഇത് മാത്രമാണ് പറഞ്ഞതെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ കരുതാതെയോ ഒരു മനുഷ്യനെയും അവൻ്റെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും മക്കളെയും എല്ലാം പിന്നെ ശിഷ്ടകാല ഈ ഭൂമി ജീവിക്കാനേ അർഹരല്ല എന്നുള്ള മട്ടിൽ കൊല വിളിക്കുന്നത് എന്ത് മനുഷ്യത്വമാണ്? എന്നിട്ടാണോ ഈ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത്? എന്നിട്ടാണോ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നത്? എന്നിട്ടാണോ നിങ്ങൾ നാട്ടുകാരെ നന്നാക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്? അപ്പം നമ്മൾ നിയന്ത്രിക്കുക. നമ്മുടെ ഒരു വാക്ക് നമ്മൾ അറിയുന്ന ഒരാളാണെന്നിരിക്കട്ടെ, സമൂഹത്തിന് കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, അയാൾ ചെയ്ത വൃത്തികേടാണെങ്കിൽ നമ്മൾ വിമർശിക്കണം, പരിഹസിക്കണം. പക്ഷേ പല സ്ഥലത്തുനിന്ന് അടർത്തിയെടുത്ത് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ അതിനൊരു മിതത്വം പാലിക്കണം, വേണ്ടേ? നമുക്കറിയാത്ത സാഹചര്യങ്ങളിൽ ഈ വ്യക്തിഹത്യകൾ ചെയ്യരുത്. കാരണം അത് എത്ര കുടുംബങ്ങളെ തകർത്ത് കളയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞൊരു വാക്ക്, ആ വാക്ക് മറ്റൊരു സാഹചര്യത്തിൽ വേറൊരു ഇൻ്റർവ്യൂവിൽ വേറൊരു ചോദ്യോത്തരമായിട്ട് പറഞ്ഞത് എടുത്തിട്ട് ഇയാൾ ഇന്നയാളെക്കുറിച്ച് പറഞ്ഞത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഷ്ണം എടുത്തിട്ടിട്ട് ഇതങ്ങോട്ട് ഇടും. ഇത് കാണുന്ന വിചാരിക്കുന്ന ആൾ അതങ്ങ് വിശ്വസിച്ചിട്ട്
എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാം അങ്ങ് ചീത്ത പറയും. ഇതൊന്നും അറിയാതെ ഏതോ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മകൻ അതവിടെ ഇരുന്നിട്ട് കാണുകയും അവൻ്റെ കൂട്ടുകാർ അവനെ അതിനെ പരിഹസിക്കുകയും അവനെ ആ ക്ലാസ്സിൽ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത ദ്രോഹം ആരെയാണ് ബാധിച്ചത്? ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കമായ ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന ഒരു മനുഷ്യജീവിയല്ലേ അത്. അവൻ അതിൻ്റെ പേരിൽ ഡിപ്രഷൻ ബാധിച്ചാൽ അല്ലെങ്കിൽ അതുപോലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ ആ കുടുംബത്തിനുണ്ടായ ആ ജീവിതത്തിനുണ്ടായ നഷ്ടം തിരിച്ചു കൊടുക്കുമോ? ഇത് ഓരോ ആളും ഓരോ കമൻ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിലാണ് സംഭവിച്ചെങ്കിൽ എന്തായിരുന്നു ചിന്തിച്ചിട്ട് വേണം ഒരു കമൻ്റ് ഇടുമ്പോൾ, ഒരാളെ നിങ്ങൾ വ്യക്തിഹത്യ നടത്തുമ്പോൾ നിങ്ങൾ അതിന് മുതിരുന്നതിന് മുമ്പ് ഇത് തീർച്ചയായിട്ടും ചിന്തിച്ചിരിക്കണം. അപ്പൊ ഈ ഓരോ കമന്റിന് മുന്നേ അല്ലേ സാർ നമ്മൾക്കത് എത്രത്തോളം ബാധിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടേ ചെയ്യാവുന്ന. ആ സ്ഥാനത്ത് നമ്മൾ എപ്പോഴും ഒരു കമൻ്റ് ഇടുമ്പോൾ ചിന്തിക്കേണ്ടത്, മറ്റേ വശത്ത് നിൽക്കുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ അയാൾക്കും പറയാൻ ചിലതുണ്ടാവില്ലേ? ഞാൻ ലോകത്ത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, എത്ര ക്രൂരമായി പെരുമാറുന്ന ഒരാളാവട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അനഭിമിതമായിട്ട് പെരുമാറുന്ന ഒരാളാവട്ടെ, അയാൾക്ക് അതിന് അയാളുടേതായ വാലിഡായ ഒരു കാരണം ഉണ്ടാവും, ഇല്ലേ? ആണ്. നമ്മളിപ്പോൾ ഒരു ഡൈവോഴ്സിനെ കുറിച്ച് ഒരു താരങ്ങളുടെ അല്ലെങ്കിൽ പ്രശസ്തരായ വ്യക്തികളുടെ ഡൈവോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അടി വരുന്ന എന്തെല്ലാം അശ്ലീല കമൻറ്റുകളാണ്, എന്തെല്ലാം മോശം കമൻറ്റുകളാണ്. ഈ ഡൈവോഴ്സിന് കാരണമാക്കിയ സാഹചര്യങ്ങൾ എന്തെങ്കിലും നമുക്കറിയുമോ? അറിയില്ല. ഒരു തരത്തിലും. നമ്മളായിരുന്നു അതിന് ആ സ്ഥാനത്തെങ്കിൽ 7 പണ്ട് ചിലപ്പോൾ ഡൈവോഴ്സ് ചെയ്ത് പോകേണ്ട കേസായിരിക്കും അത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കേസായിരിക്കും അത്. നമുക്കൊന്നും അറിയാത്ത വലിയൊരു പ്രശ്നം ആ കുടുംബത്തിലുണ്ടായിരിക്കാം. ഇതൊന്നും അറിയാത്ത നമ്മൾ പുറത്തു നിന്ന് എന്ത് കമൻ്റ് ഇടാനാണ്? നമ്മൾ സ്വയം വിഡ്ഢിയാകല്ലേ അതിലൂടെ സംഭവിക്കുന്നത്, അല്ലേ? അവർക്ക് വാലിഡായ ഒരു കാരണം കാണും, ഇല്ലേ? അല്ലാതെ ഇത്ര നാൾ ഒന്നിച്ച് ജീവിച്ച ഒരാൾ തീരുമാനം എടുക്കില്ല. ഇപ്പോൾ എ ആർ റഹ്മാൻ ഡൈവോഴ്സ് ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ അതിൻ്റെ ഇട്ടത്. എ ആർ റഹ്മാനേക്കാൾ ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക് അയാളുടെ കുടുംബത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ? ആ കുടുംബത്തിൽ എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് അതിനേക്കാൾ ധാരണയുണ്ടോ? ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ച എ ആർ റഹ്മാനും ഭാര്യയ്ക്കും ഉള്ളതിനേക്കാൾ വിവരമാണോ നിങ്ങൾക്കുള്ളത് ആ കുടുംബത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ? ഒരുപാട് അലിഗേഷൻസ് അല്ലേ സാർ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം എ ആർ റഹ്മാൻ എവിടെ നിൽക്കുന്നു? അയാളുടെ പ്രതിഭ കൊണ്ടും ബ്രില്യൻസും കൊണ്ടാണ് അയാൾ ഇന്നത്തെ അയാളായത്. അല്ലാതെ നമ്മളാരും സ്പോൺസർ ചെയ്തിട്ടല്ല. റഹ്മാനെ അങ്ങ് വളർത്തിക്കളയാന്ന് വിചാരിച്ച് 92-ൽ റോജ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാം കൂടെ പിരിവെടുത്ത് അയാളെ വളർത്തിയതാണോ? അയാളുടെ പ്രതിഭ കൊണ്ട് അയാൾ വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ അയാളുടെ ആരാധകരായി മാറിയതാണ്. ഒരു ദിവസം അയാളും അയാളുടെ ഭാര്യയും കൂടെ തീരുമാനിക്കുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, 29 വർഷങ്ങൾക്ക് ശേഷം പിരിയാനെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്നും റഹ്മാൻ നിങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രബുദ്ധരാണെങ്കിൽ, അല്ലേ? നിങ്ങളുടെ തീരുമാനം ശരിയാവട്ടെ, ഇനിയും എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഒന്നിച്ചു പോകാൻ ശ്രമിക്കൂ, ഞങ്ങൾ അതിനുവേണ്ടി പിന്തുണ നൽകുന്നു, പ്രാർത്ഥിക്കാമെന്ന് പറയുന്നിടത്താണ് മാന്യത. അല്ലാതെ കമൻ്റ് ഇട്ടവനൊക്കെ സെപ്റ്റിക് ടാങ്കിനേക്കാൾ വൃത്തികെട്ട മനസ്സുള്ളവരാ. എന്നിട്ടാണ് റഹ്മാനെ ഉപദേശിക്കാൻ പോകുന്നത്. എനിക്ക് പറയാൻ തോന്നുന്ന സാധനം പറയാനാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഒരുത്തൻ്റെയും ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. ആരും തന്ന സംഭാവനയും കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ചാനൽ പോലും ഞാൻ സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരുന്നയാളാണ്. ഞാൻ കഠിനാധ്വാനം ചെയ്ത് പുലർച്ചെ 3 മണി വരെ ഉണർന്നിരുന്ന് പണിയെടുത്തിട്ട് ഫ്രീ ആയിട്ട് എൻ്റെ കണ്ടന്റ് തരുന്നയാളാണ് ഞാൻ.